അബ്രഹാമിൻ്റെ മകൻ ഇസാക്ക്, ഇസാക്കിന് യാക്കോബ്, ഏശാവ് എന്ന 2 മക്കൾ. യാക്കോബിന് 12 മക്കളുണ്ടായി. ഈ 12 മക്കളെയാണ് ഗോത്രപിതാക്കന്മാർ എന്നറിയപ്പെടുന്നത്. യാക്കോബിൻ്റെ പേര് ദൈവം ഇസ്രായേൽ എന്നാക്കുന്നു. എന്തിനാണ് ദൈവം ഈ ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്തതെന്ന്, അതായത് ദൈവത്തിന് തന്നെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കില്ല. ഈ ലോകത്തെ സൃഷ്ടിച്ചൊരു യഹോവയാം ദൈവം, ഈ ലോകത്ത് സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ദൈവം ഇസ്രായേൽ ഒരു പ്രത്യേക ജനതയെ ദൈവം തിരഞ്ഞെടുത്തത്. അത് ലോകത്തിൽ ധാരാളം ദൈവങ്ങളുള്ള സമയത്ത് ഒരു ഏക ദൈവവിശ്വാസം ഉണ്ടാക്കുവാനായിട്ട് ദൈവം ഇസ്രായേൽ മക്കൾ കൂടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പാപത്താൽ വീണുപോയ ഈ ഭൂമിയെ രക്ഷിക്കുവാനായി ഒരു മിശിഹ വരും എന്ന് അത് ദാവീദിൻ്റെ വംശാവലിയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ധാരാളം പ്രവചനങ്ങൾ കർത്താവ് പല പ്രവാചകന്മാരിൽ കൂടി പല കാര്യങ്ങളും ദൈവം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർ പ്രവചിക്കുന്നു. അതിന് പ്രകാരം പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും തന്നെ, എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയാകുന്നു. ഇതിനെല്ലാം ദൈവം ഒരാൾ പുറകിൽ നിൽക്കുന്നു എന്നുള്ളത് മറ്റുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ എപ്പോഴും ലോകരാഷ്ട്രങ്ങളിൽ എപ്പോഴും ഇസ്രായേലിനെ ദൈവം സംരക്ഷിക്കുന്നതായിട്ട് കാണാം. ഇസ്രായേൽ ഒരിക്കലും തളർന്നു പോകാതെ ഇസ്രായേലിനെ ദൈവം എപ്പോഴും പിന്തുണ നിൽക്കുന്നതായിട്ട് കാണാം. കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ 1000 സംവത്സരത്തെ ആ വർഷം, 1000 വർഷത്തെ ആ ഒരു ഭരണം നടക്കുമ്പോൾ അതിൻ്റെ ഭരണത്തിൻ്റെ കേന്ദ്രം ഇസ്രായേലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ എല്ലാം സൂക്ഷിക്കുവാനാണ് ദൈവം യഹൂദന്മാരെ തിരഞ്ഞെടുത്തത്. കർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും, പ്ലാനും എല്ലാം കാര്യങ്ങൾ നിവർത്തിക്കുവാനാണ് ഒരു ജനതയെ ദൈവം തിരഞ്ഞെടുത്തു. അവരാണ് ഇസ്രായേൽ മക്കൾ. അവർ കൂടിയാണ് ദൈവം, ഒരു സത്യദൈവം, ഈ ഭൂമിയിലുള്ള സത്യദൈവം എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതിനാൽ ഇന്നുവരെയുള്ള കാര്യങ്ങളിൽ